സ്വന്തം ജീവൻ പണയം വെച്ച് മറ്റൊരാളെ രക്ഷിക്കുന്നതിനേക്കാൾ വലിയൊരു ത്യാഗമുണ്ടോ? ചെറുപുഴ മീൻതുള്ളി വെള്ളച്ചാട്ടത്തിൽ അകപ്പെട്ട ബെന്നിക്ക് സ്വന്തം ലൈഫ് ജാക്കറ്റ് നൽകി രക്ഷപ്പെടുത്തി തിരികെ നീന്തുന്നതിനിടെ ജീവൻ പൊലിഞ്ഞ രാജേഷിനെ മലയാളികൾ അത്ര വേഗം മറക്കില്ല. 3 ദിവസത്തെ തിരച്ചിലിനൊടുവിൽ കണ്ടെത്തിയ രാജേഷിന്റെ മൃതദേഹത്തോട് അധികൃതർ കാട്ടിയത് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന അനാദരവാണ്. 35,000 രൂപയുടെ പേരിലാണ് രാജേഷിന്റെ ഭൗതിക ശരീരത്തോട് ഭരണകൂടവും ഉദ്യോഗസ്ഥരും അനീതി കാട്ടിയത്. 3 ദിവസത്തിന് ശേഷം കണ്ടെത്തിയ മൃതദേഹം പൂർണ്ണമായും ചീർത്ത നിലയിലായിരുന്നു. 450 കിലോമീറ്ററിലധികം ദൂരം യാത്ര ചെയ്ത് വേണമായിരുന്നു മൃതദേഹം നാട്ടിലെത്തിക്കാൻ. അതിനാൽ ഫ്രീസർ സൗകര്യമുള്ള ആംബുലൻസ് വേണമെന്ന് ബന്ധുക്കൾ ശക്തമായി ആവശ്യപ്പെട്ടു. എന്നാൽ പരിയാരം മെഡിക്കൽ കോളേജിലെ ആംബുലൻസുകളിൽ ഫ്രീസർ സൗകര്യമില്ലായിരുന്നു. സ്വകാര്യ ആംബുലൻസുകാർ ഇതിനായി ചോദിച്ചത് 35,000 രൂപയും. എന്നാൽ ഈ തുക കൂടുതലാണെന്ന നിലപാടെടുത്ത പയ്യന്നൂർ തഹസിൽദാർ ഫ്രീസർ ആംബുലൻസ് നിഷേധിച്ചു. പോസ്റ്റ്മോർട്ടം നടത്തിയ മെഡിക്കൽ സംഘവും ഇതിന് കൂട്ടുനിന്നു. 2 ലെയർ സീലിംഗ് ഉള്ളതിനാൽ മൃതദേഹത്തിന് കുഴപ്പമൊന്നും സംഭവിക്കില്ലെന്ന് മെഡിക്കൽ സംഘം ഉറപ്പു നൽകിയതോടെ ഫ്രീസർ ഇല്ലാത്ത സാധാരണ ആംബുലൻസിൽ ആ ദീർഘയാത്ര ആരംഭിച്ചു. യാത്ര തുടങ്ങി 4 മണിക്കൂർ കഴിഞ്ഞ് കോഴിക്കോട് എത്തിയപ്പോഴേക്കും മൃതദേഹത്തിന്റെ അവസ്ഥ വഷളായി. വിവരമറിഞ്ഞ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്ത് ചാവക്കാട് വെച്ച് 22,000 രൂപയ്ക്ക് ഫ്രീസർ ആംബുലൻസ് ഏർപ്പാടാക്കിയാണ് യാത്ര തുടർന്നത്. സംഭവം വൻ വിവാദമായതോടെ രാഷ്ട്രീയ നേതാക്കളും ജനങ്ങളും കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തി. തഹസിൽദാർക്കും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും ഗുരുതര വീഴ്ച സംഭവിച്ചതായി ADM PN പുരുഷോത്തമൻ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. കളക്ടർ ഇത് റവന്യൂ മന്ത്രിക്ക് ഇന്ന് കൈമാറും. അതേസമയം ആംബുലൻസുകാർ കൊള്ള പൈസ ചോദിച്ചതിനാലാണ് ഇങ്ങനെ ചെയ്തതെന്നും മെഡിക്കൽ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനമെടുത്തതെന്നുമാണ് തഹസിൽദാർ ന്യായീകരിക്കുന്നത്. സ്വന്തം ജീവൻ നൽകി മറ്റൊരാളെ രക്ഷിച്ച ഈ വീരനായകന്റെ മൃതദേഹത്തോടാണ് 35,000 രൂപയുടെ പേരിൽ ഈ അനാദരവ് കാട്ടിയത്. പണം ഒരിക്കലും തടസ്സമായിരുന്നില്ല എന്ന ജില്ലാ കളക്ടറും അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും കുടുംബത്തിന് സഹായം നൽകുമെന്നും റവന്യൂ മന്ത്രിയും പറയുമ്പോഴും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ വരുത്തിവെച്ച ഈ നാണക്കേട് കഴുകിക്കളയാൻ കഴിയില്ല. നാടിനായി ജീവൻ വെടിഞ്ഞ രാജേഷിനോട് കാട്ടിയ ഈ അനാദരവിൽ കുറ്റക്കാരായവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്.